ഒരൊറ്റ നന്മയാണ് ജീവിതത്തിലെ എല്ലാം മൂസാ നബിക്ക് നേടിക്കൊടുത്തു. ജീവൻ കിട്ടാൻ വേണ്ടി ഓടുകയാണ്. അത് പെട്ടിയും ബാഗും നിർത്തിട്ടല്ല ഓടുക. ജീവൻ കിട്ടാൻ വേണ്ടി ഫിർഔനിന്റെ ഭരണാതിർത്തികൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അതിനാ മദിയന് പോയത്. പടച്ചോനെ, എന്ത് തന്നാലും വേണം. ഒന്നുമില്ലാത്തൊരാൾക്ക് എന്ത് കിട്ടിയാലും വേണ്ടല്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കണം. എന്ത് ആ സമയത്തൊരു നന്മ, ആ പെൺകുട്ടികൾ കൊണ്ടുവന്ന ആടിന് വെള്ളം കോരി കൊടുത്തു. കാരണം കൂടെ ആണുങ്ങളില്ല. കോരി കൊടുത്തപ്പോൾ എന്തുണ്ടായി? പിന്നെ അത് ആ പെൺകുട്ടികൾ ഒരാൾ വരുന്നു, വാപ്പ ചെല്ലാൻ പറഞ്ഞു അവിടെ ചെല്ലുന്നു. എല്ലാം ആദ്യം എന്താ പറഞ്ഞോ, ഇനി നിന്നെ കൊല്ലാൻ ആരും വരൂല. അക്രമികളിൽ നിന്ന് രക്ഷപ്പെട്ടു, നിന്റെ ജീവൻ സുരക്ഷിതമായി എന്നാണ് ആ പെൺകുട്ടികളെ വാപ്പ ആദ്യം പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞു? വിവാഹം കഴിച്ചു കൊടുക്കാൻ. ഇതിലൊരു പെൺകുട്ടി നിനക്ക് വിവാഹം കഴിച്ചു തരാം, ഒരു കരാറിൻ്റെ പേരിൽ, താമസിക്കാൻ സൗകര്യം, ഭക്ഷണം, എല്ലാം. ഒരു നന്മ ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്തൊരു നന്മ. സുഹൃത്തുക്കളെ, എത്ര അവസരങ്ങളിൽ അതൊരു അവസരമാണ്. വെറുതെ ഇങ്ങനെ ഒന്നുമില്ലാതെ നിൽക്കുമ്പോൾ, അപ്പുറത്ത് ഒരാൾ ആവശ്യക്കാർ നിൽക്കുമ്പോൾ, ഒരാണ് കൂടല്ലാത്തത് കൊണ്ട് വെള്ളം കൊടുക്കാൻ ആളില്ലാതെ നിൽക്കുമ്പോൾ ഒരു സഹായം, ഒരു ചുമട് പൊക്കാൻ പ്രയാസപ്പെടുന്നവൻ, ട്രാഫിക്കിൻ്റെ നടുക്ക് വാഹനം ഓഫായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാര്യയും കുട്ടികളൊക്കെ കാറിലിട്ട് നിൽക്കുമ്പോൾ നമ്മളെ വണ്ടി സൈഡാക്കിയിട്ട് ഒന്ന് തള്ളി സൈഡാക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളവിടെ നിൽക്കണം. എന്തായാലും അവൻ പോയിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഒന്ന് പുറത്തിറങ്ങണമെന്ന് മനസ്സിൽ തോന്നാൻ ഒരു നന്മ. പിന്നൊരിക്കൽ ഞാനും ഇതേപോലെ ഓഫായി ട്രാഫിക്കിൽ കുടുങ്ങാം എന്ന് മനസ്സിലൊന്ന് തോന്നാനെങ്കിലും, അങ്ങനെയെങ്കിലും തോന്നാൻ പലപ്പോഴും നന്മകളെ അവഗണിച്ചുകൊണ്ട് നടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ. ആ നന്മകൾ നമുക്ക് തരുന്ന ഫലം ഇഹലോകത്ത് മാത്രം പരിമിതമല്ല എന്നാണ് അർത്ഥം.